ലോകം ഇന്നേ വരെ കാണാത്തതും ക്രൂരവും നീചവുമായ ആക്രമണ പരമ്പരകൾക്ക് ശേഷം ഇസ്രായേൽ ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന വാർത്തകൾക്ക് ആക്കം കൂടുകയാണ്. 15 മാസം നിർത്താതെ കൂട്ടക്കൊലകൾ നടത്തിയിട്ടും പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമോ ആയ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാതെയാണ് സയനിസ്റ്റ് ഭീകര രാഷ്ട്രം വെടിനിർത്തലിന് തയ്യാറാകുന്നത്. ഹമാസിനെ നശിപ്പിക്കുക, ഗസയിലെ ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുക, ഗസയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കഴിയുന്ന സയനിസ്റ്റ് കുടിയേറ്റക്കാർക്ക് സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുക തുടങ്ങിയവ ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു. ലക്ഷ്യസാധ്യത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പരിവാരങ്ങളും കാട്ടിക്കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ വാക്കുകൾക്കതീതമാണ്. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, വയോധികർ, 10,000-കണക്കിന് നിരപരാധികളായ മനുഷ്യർ എന്നിവരെയെല്ലാം ഇസ്രായേൽ കൊന്നൊടുക്കി. ഏറ്റവും വികസിതമായ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ അത്രയും. ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ഭീകരതയ്ക്ക് കൂട്ടുനിന്നു. ഒന്നും പ്രതികരിക്കാതെ ചിലർ മൗനത്തിൻ്റെ കൂട്ടിൽ ഒളിച്ചു. അമേരിക്കയും ശിങ്കിടികളും മാത്രമല്ല, അറബ് രാജ്യങ്ങൾ പോലും ഗസക്കെതിരായ ആക്രമണങ്ങളിൽ പലപ്പോഴും ക്രൂരമായ മൗനം പാലിച്ചു. ഇതിനെല്ലാം ശേഷവും പക്ഷേ നെതന്യാഹുവിൻ്റെ സൈന്യത്തിന് ചുരുക്കം ചില ഇസ്രായേലി തടവുകാരെ ഒഴികെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതും വംശഹത്യയുടെ 54 ദിവസങ്ങൾക്ക് ശേഷം. ഫലസ്തീൻ പ്രതിരോധ മുന്നണിയുമായി ഉണ്ടാക്കിയ കരാറിലൂടെ മാത്രമാണ് ആ മോചനമെന്നതും ശ്രദ്ധേയമാണ്. അന്ന് ഹമാസ് ഒരാളെയും വിട്ടയക്കില്ല എന്ന ഒരു തീരുമാനമാണ് എടുത്തിരുന്നതെങ്കിൽ ഒരാളെ പോലും മോചിപ്പിക്കാൻ കഴിയാത്ത തീർത്തും പരാജിതനായ ഒരു ഭരണാധികാരിയാകുമായിരുന്നു നെതന്യാഹു. ഒടുവിൽ 467 ദിവസത്തെ ലൈവ് സ്ട്രീം വംശഹത്യയ്ക്ക് ശേഷം നെതന്യാഹു മുട്ടുകുത്തിയിരിക്കുകയാണ്. ഇസ്രായേലി തടവുകാരുടെ മോചനം ഉറപ്പു നൽകുന്ന ഒരു കരാറുണ്ടാക്കാൻ ഹമാസുമായി സമ്മതിച്ചിരിക്കുകയാണ് നെതന്യാഹു. എന്നാൽ ഇസ്രായേലിന് മുൻപിൽ കീഴടങ്ങില്ല എന്ന അഭിമാനത്തോടെയാണ് ഗസയും ഹമാസും ലോകത്തിനു മുൻപിൽ നിൽക്കുന്നത്. കരാർ വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ യുദ്ധസമയത്ത് ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ മധ്യസ്ഥർ മുഖേന അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതായും നമുക്ക് കാണാം. അതേസമയം നെതന്യാഹുവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നതും വളരെ വ്യക്തമാണ്. ഹമാസ് നേതാവ് യഹ്യ അൽ സിൻവാറിൻ്റെ പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചതുപ്പുകളിലേക്ക് അധിനിവേശകർ കൂപ്പുകുത്തിയിരിക്കുന്നു എന്നത്. അതേസമയം ഈ കെടുതികളിൽ നിന്ന് രാഷ്ട്രീയമായും സായുധമായും എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നത് ഹമാസ് നേരിടാനിരിക്കുന്ന വലിയ വെല്ലുവിളി തന്നെയാണ്. ഹമാസിനെ മുന്നിൽ നിന്ന് നയിച്ച പല നേതാക്കളും ഈ കാലയളവിൽ ഇല്ലാതെയായി. ഹമാസിൻ്റെ മുഖവും മസ്തിഷ്കവുമായിരുന്ന നേതൃനിര ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ചുരുക്കി പറഞ്ഞാൽ, സ്ഥാപിക്കപ്പെട്ട ശേഷം ഇത്രമേൽ ശക്തമായൊരു പരീക്ഷണ കാലഘട്ടം ഹമാസിനെ ഇല്ലാതാക്കുക എന്നതോടൊപ്പം ഗസയെ പൂർണ്ണമായും പുറംതള്ളുക എന്ന ഗൂഢപദ്ധതി കൂടി അതിനിടയിലുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, സ്ഥാപിക്കപ്പെട്ട ശേഷം ഇത്രമേൽ ശക്തമായൊരു പരീക്ഷണ കാലഘട്ടം ഹമാസും കടന്നുപോയിട്ടുണ്ടാവില്ല. ഹമാസിനെ ഇല്ലാതാക്കുക എന്നതോടൊപ്പം ഗസയെ പൂർണ്ണമായും പുറംതള്ളുക എന്ന ഗൂഢപദ്ധതി കൂടി ഉണ്ടായിരുന്നു ഇസ്രായേലിന്. 1948-ലും 1967-ലെയും പോലെ വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹം ഗസയിൽ നിന്ന് ഈജിപ്തിലെ സിനായിലേക്ക് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. റഫ ഇപ്പോഴും തുറന്നു തന്നെയുണ്ട്. ആർക്കും അതുവഴി പുറത്തു പോകാം. അങ്ങനെ പോകാൻ ഞാൻ അവരെ ഉപദേശിക്കുന്നു എന്ന IDF-ന്റെ അന്താരാഷ്ട്ര വക്താവ് റിച്ചാർഡ് ഹെസ്റ്റിൻ്റെ പ്രസ്താവന ഇസ്രായേലിൻ്റെ ഈ ലക്ഷ്യം തുറന്നു കാട്ടുന്നതായിരുന്നു. 2023 ഒക്ടോബർ 10-നാണ് ഹെസ്റ്റ് ഈ പ്രസ്താവന നടത്തിയത്. ഗസയിൽ ആക്രമണം കടുപ്പിച്ച് അവിടെയുള്ളവരെ റഫ അതിർത്തി വഴി സിനായ് മേഖലയിലേക്ക് പുറംതള്ളുവാനുള്ള ഈ സയനിസ്റ്റ് ഗൂഢപദ്ധതിക്കെതിരെ അപ്പോൾ തന്നെ പ്രതിഷേധമുയർന്നു. കാര്യം കൈവിടുമെന്ന് തോന്നിയ IDF ഇത് നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു. 2005-ൽ ഗസയിൽ നിന്ന് ഒഴിപ്പിച്ച കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടുതൽ വിശാലമായി പുനഃസ്ഥാപിക്കുവാനുള്ള നീക്കങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. റിട്ടേണിംഗ് ഹോം എന്ന മുദ്രാവാക്യവുമായി ഗസയിൽ വീണ്ടും സെറ്റിൽമെന്റുകൾ ആരംഭിക്കുന്നതിനുള്ള ക്യാമ്പയിൻ വരെ തുടങ്ങിയിരുന്നു തീവ്ര വലതുപക്ഷ കക്ഷികൾ. ഇതോടൊപ്പം വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും പിടിച്ചടക്കുവാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും ലക്ഷ്യം കണ്ടില്ല. 10,000-കണക്കിന് മനുഷ്യരുടെ മയ്യത്തുകൾക്ക് മേൽ കയറി നിന്ന് ഇസ്രായേൽ വിജയാരവം മുഴക്കുന്നുണ്ടെങ്കിലും പരാജയത്തിൻ്റെ അപമാനം മറക്കുവാനുള്ള അട്ടഹാസം മാത്രമാണ് ഇത് എന്നാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്. സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കം 1,00,000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയതും ഗസയിലെ ബൗദ്ധിക സംവിധാനങ്ങളെല്ലാം
ഭസ്മമാക്കിയതും ഗസയെ മുഴുവൻ തെരുവിലിറക്കിയതും ലക്ഷത്തിലേറെ മനുഷ്യരെ പാതി ജീവനായി അവശേഷിപ്പിച്ചതും മാത്രമാണ് ഇസ്രയേലിന്റെ അക്കൗണ്ടിൽ ശേഷിക്കുന്നത്. സമാധാനത്തിന്റെ പുലരി വന്നെത്താൻ പോകുന്നുവെന്നതിന്റെ ആഹ്ലാദാരവങ്ങളിൽ മുഴുകിയ പിഞ്ചോമനകൾക്ക് മേലായിരുന്നു കഴിഞ്ഞ ദിവസം സയനിസ്റ്റ് ഭീകരരുടെ മരണപ്പെയ്ത്തും ഇതോടനുബന്ധിച്ച് നടത്തിയത്. വെടിനിർത്തൽ തുടങ്ങുന്നു എന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇസ്രയേലിന്റെ ആക്രമണം അതിരൂക്ഷമായി. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 21 കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ 100ഓളം ഫലസ്തീനികളാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഗസ സിറ്റിയിൽ മാത്രം 30 പേരാണ് കൊല്ലപ്പെട്ടത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്ന് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുമുണ്ട്. വെടിനിർത്തൽ വാർത്ത പുറത്തു വന്നതോടെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മടങ്ങുന്നവർക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആക്രമണം കനത്തതോടെ ആളുകൾ ആഘോഷങ്ങൾ നിർത്തിവെച്ചതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ആശുപത്രികൾ, വീടുകൾ, ഷെൽട്ടറുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നിരന്തരമായി വ്യോമാക്രമണങ്ങൾ നടത്തി വരികയാണ്. അതിനിടെ അഭയാർത്ഥികളെ പാർപ്പിച്ച കേന്ദ്രത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്.